റോവറിന്റെ ക്യാമറയിൽ കണ്ടെത്തിയ ദൃശ്യങ്ങളിൽ അവർ 100%-ലധികം 99%-ലധികം ഉറപ്പിക്കുന്നു അത് ഒരു മനുഷ്യ ശരീര ഭാഗം തന്നെയാണ് എന്നതാണ്. അതായത് NDRF സംഘം അകത്തേക്ക് പോയി അവരും അത് ഒരു മനുഷ്യ ശരീരമാണ് എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഇപ്പോൾ ജിബിനുണ്ട്. ജിബിൻ ഇപ്പോൾ ഈ NDRF സംഘവുമായി സംസാരിച്ചു. അത് ഈ മാലിന്യത്തിന് ഇടയിലുള്ള ഭാഗത്താണ് കുടുങ്ങി കിടക്കുന്നത്. ഇവർ പോകുന്നത് ജിബിൻ സംസാരിച്ച കാര്യം ജിബിൻ തന്നെ പറയും. എന്താണ് ജിബിൻ NDRF സംഘം വിശദീകരിച്ചത്? അതായത് പ്രശാന്ത്, ഇപ്പോൾ ഇവർക്ക് അകത്തേക്ക് കയറാൻ സാധിച്ചുവെങ്കിൽ പോലും ഈ ഒരു മാലിന്യങ്ങൾ, അതായത് ടണലിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ മുകളിലെ ഭാഗത്തും താഴെ ഭാഗത്താണ് ഈ മലിനജലം കെട്ടിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഈ സ്കൂബ ഡൈവിംഗ് സംഘത്തിന് ഈ മലിനജലത്തിന്റെ ആ ഒരു പാതയിൽ കൂടി മാത്രമാണ് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. ഏറ്റവും മുകളിലത്തെ ലെയറിൽ ഈ മാലിന്യങ്ങളാണ് വലിയ രീതിയിൽ കട്ടപിടിച്ച് കിടക്കുന്നത്. അതിന് മുകളിലായിട്ടാണ് ഈ ജോയിയുടേതെന്ന് സംശയിക്കുന്ന ഒരു ശരീരഭാഗം അവർക്ക് ഈ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അവർക്ക് പക്ഷേ ഇപ്പോൾ ഇതിനുള്ളിലേക്ക്, ഈ തുരങ്കത്തിനുള്ളിലേക്ക് പ്രവേശിച്ച സ്കൂബ ഡൈവിംഗ് സംഘത്തിന് അത് ഈ മാലിന്യത്തിന് മുകളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അത്തരത്തിലൊരു പരിശോധന നടത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മറ്റൊരു സംഘം എന്തായാലും ഇതിനുള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ പ്ലാസ്റ്റിക് മാലിന്യം, കട്ടപിടിച്ച് കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാറ്റിക്കൊണ്ട് അതിന് മുകളിലുള്ള ശരീരഭാഗം ഒന്ന് സംശയിക്കുന്ന ഭാഗത്തെക്കുറിച്ച് കൂടുതൽ പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമതൊരു സംഘം കൂടി ഇപ്പോൾ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നത്. എന്തായാലും സ്കൂബ ഡൈവിംഗ് സംഘവും NDRF സംഘവും നമ്മോട് പങ്കുവച്ചിരിക്കുന്ന ആശങ്കൾ പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടെത്തിയിരിക്കുന്ന മനുഷ്യ ശരീരം എന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് അവർ നിലവിലുള്ളത്. അത് സാധൂകരിക്കുന്ന തെളിവുകൾ കൂടുതൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമതൊരു സംഘം കൂടി ഇപ്പോൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. ജെൻ റോബോട്ടിക്സിന്റെ റോവറിലെ ക്യാമറയിൽ കണ്ടെത്തിയ ഈ ഭാഗം, മനുഷ്യ ശരീരത്തിന്റെ തോന്നുന്ന ഭാഗം, അത് തന്നെയാണ്, മനുഷ്യ ശരീരം തന്നെയാണ്, അല്ലാതെ മാലിന്യത്തിന്റെ ഭാഗങ്ങളല്ല എന്ന് അവർ 100% ഉറപ്പിക്കുകയാണ്. കാരണം അവരുടെ സെൻസറുകളുടെ ഒരു റിസൾട്ടിന്റെ പിൻബലത്തിലാണ് അവർ അക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ ഭരണകൂടത്തോട് അക്കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മാനുഷികമായി ഉള്ള രക്ഷാപ്രവർത്തകർ മാനുവലായി, അതായത് രക്ഷാപ്രവർത്തകർ നേരിട്ടെത്തി അത് ഒരു മനുഷ്യന്റെ ശരീരമാണോ എന്ന കാര്യം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം മതി എന്നതുകൊണ്ട് മാത്രമാണ് അക്കാര്യത്തിൽ ഒരു പരസ്യമായുള്ള ഒരു വിശദീകരണം വരാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ ജിബിൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ രക്ഷാസംഘത്തിന് അവിടേക്ക് ഈ ക്യാമറയിൽ കണ്ട ഭാഗത്തേക്ക് നേരിട്ട് ചെന്ന് അവർക്ക് അതിലേക്ക് എത്താൻ, അവർക്കത് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടില്ല. കാരണം ഈ 2 ലെയറായിട്ടുള്ള ഈ മാലിന്യങ്ങൾ, ഖരമാലിന്യങ്ങളും വെള്ളത്തിൻ്റെയും അടിയിലൂടെയാണ് ഇവർ പോയി അവിടേക്ക് എത്തുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ മാലിന്യങ്ങൾ നീക്കി ഈ ക്യാമറയിൽ കണ്ട 10 മീറ്റർ അകലെയുള്ള ഭാഗത്ത് അവിടെ ചെന്ന് ഈ ക്യാമറയിൽ കണ്ട ദൃശ്യം അത് ഒരു മനുഷ്യന്റെ ശരീരഭാഗമാണോ എന്നത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രം ഒരു ഔദ്യോഗിക സ്ഥിരീകരണം മതി എന്ന ഒരു തീരുമാനമാണ് ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഇവിടെ തന്നെ ഉണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുറത്തേക്ക് വരുന്നത്. ഏതായാലും അടുത്ത NDRF സംഘം ഇപ്പോൾ ഉടൻ തന്നെ അകത്തേക്ക് പോകും. ഈ ക്യാമറയിൽ ദൃശ്യം കണ്ട ഭാഗത്ത് ഈ ഒരു മനുഷ്യ ശരീരം തോന്നുന്ന ദൃശ്യ ശരീരം കണ്ട ഭാഗത്തേക്ക് അവിടെ എത്തി ഇത് ജോയി കുടുങ്ങിക്കിടക്കുന്നതാണോ എന്ന കാര്യമെല്ലാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ അദ്ദേഹം ജീവനോടെ രക്ഷപ്പെട്ടിട്ടുണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പിന്നീടുള്ള കാര്യമാണ്. ഏതായാലും നമ്മൾ ഏത് ദൃശ്യം കണ്ടിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് രക്ഷാസംഘം ഈ കനാലിനുള്ളിലേക്ക് പോയത്, അത് അവിടെ തന്നെ കൂടുതലായി കേന്ദ്രീകരിക്കുകയാണ് രക്ഷാപ്രവർത്തനം. കാരണം അത് ഒരു മനുഷ്യന്റെ ശരീരഭാഗം തന്നെയാണ് എന്ന ഈ റോബോട്ട് നൽകിയ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അതുമായി മുന്നോട്ട് പോകാനുള്ള നടപടി തന്നെയാണ് സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ടാണ് അടുത്ത രക്ഷാസംഘം അകത്തേക്ക് പോകുന്നത്. മാത്രമല്ല, പോകുന്നതിന് മുൻപ് കൃത്യമായൊരു പ്ലാനും വേണ്ടിവരും. കാരണം ഈ ദൃശ്യത്തിൽ കണ്ട മനുഷ്യ ശരീരത്തിന്റെ ഭാഗം എന്നത് അവർക്ക് അവിടേക്ക് അവിടേക്ക് നേരിട്ട് ദൃശ്യത്തിൽ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ആ റോവർ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള ദൃശ്യം കാണാൻ സാധിക്കും. ആ ദൃശ്യമാണ് ഒരു മനുഷ്യ ശരീരത്തിൻ്റെതെന്ന് തോന്നിപ്പിക്കുന്ന ദൃശ്യം. അത് മനുഷ്യ ശരീരമാണ് എന്ന തരത്തിൽ ആദ്യം വിവരങ്ങൾ വന്നു. പിന്നീട് അത് അങ്ങനെയല്ല, മറ്റെന്തോ പ്ലാസ്റ്റിക് കവറോ മറ്റോ മാലിന്യമോ ആണെന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും അത് മനുഷ്യ ശരീരം തന്നെ എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ്. പക്ഷെ അതിൽ ഔദ്യോഗികമായിട്ട് ആ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത് ഉറപ്പിക്കുന്നുണ്ട് NDRF എന്നുള്ള വിവരമാണ്, റിപ്പോർട്ടാണ് പ്രശാന്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരത്തിൽ